സിദ്ധുട്ടാ ഇവിടെ വന്നിരിക്കായിരുന്നു. എവിടെയെല്ലാം തിരക്കി. ആശുപത്രിയിൽ നിന്ന് എപ്പോ ഇറങ്ങി? കിടക്കാൻ ഡോക്ടർമാർ ഒരുപാട് നിർബന്ധിച്ചതാ. എന്നിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ മറക്കാൻ പറ്റുമോ? ഈ നാട്ടുകാർക്ക് ഇപ്പൊ തന്നെ ആരെങ്കിലും തല്ലണമെന്ന് പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മിണ്ടാതെ മലർന്നു കിടന്ന് അവർക്ക് ചവിട്ടിക്കൂട്ടാൻ നോമല്ലാതെ പിന്നെ ആരാളേ? നാടിനെ സ്നേഹിക്കുന്നവരെപ്പോഴും നാട്ടുകാരെ തല്ലുകൊണ്ടേ പറ്റൂ. അതാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. ഇതാ സിദ്ധുവേട്ട മുഖത്തൊരു കുണ്ഠിതഭാവം. മനസ്സിലായില്ല. അല്ല, സങ്കടഭാവേ. ഒന്നുമില്ല. സിദ്ധുവേട്ടൻ വിഷമിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ? എന്തല്ലേ? പണത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഈശ്വര, അങ്ങനെ എന്റെ ഒരു പ്രവചനം ഫലിച്ചു. സിദ്ധുവേട്ടാ, പൈസ എത്ര ആവശ്യം? സാന്ദ്രമോളുടെ നഴ്സിംഗിന് സീറ്റ് കിട്ടാൻ ഒരു 20,000 ആവശ്യം കൂടി. എങ്ങനെയാച്ചാ ഒരു വഴിയുണ്ട്. കാശ് നോം വാങ്ങിച്ചു തരും. നിർത്ത എന്താ ഇവിടെ? ഇവിടുന്ന് കാശ് കിട്ടൂ? ഇതൊരു പരസ്യത്തിന്റെ ഷൂട്ടിങ്ങാ. അതിന് നമ്മളെന്തിനാ ഇവിടെ വന്നേ? അതായത് തിരുമേനി, താൻ ആളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നൂലോ. ദാ നിക്കണു. എന്താ പേര്? ഗോപൻ കരുനാഗപ്പള്ളി. ഡ്രാമ സ്കൂളിൽ പഠിച്ച ആളാ. എന്നാ പെട്ടെന്ന് അവിടെ പോരുന്നു. മേക്കപ്പ് ചെയ്തോളൂ. സന്തോഷേ, ബാക്കി എല്ലാവരും നല്ല മനുഷ്യനാ. താനെന്തിനാ അയാളോട് എന്റെ പേര് മാറ്റി പറഞ്ഞു? അത് ഈ നാടകക്കാരുടെ പേരൊക്കെ അങ്ങനെ തന്നെയാ. നാടകക്കാരാ? ഡ്രാമ സ്കൂൾ എന്നൊക്കെ പറഞ്ഞു. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഡ്രാമ കണ്ടിട്ടുണ്ടോ? അതൊക്കെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത്. ചെന്ന് മേക്കപ്പ് ഇടാൻ നോക്ക, അഭിനയിച്ച് തള്ളിയാ പോരെ. അഭിനയിക്കാനോ? ഇങ്ങനെ അഭിനയിച്ചാ മതി. പിന്നെ ലക്ഷങ്ങളല്ലേ വരുന്നത്. സാന്ദ്രവളെ പഠിപ്പിക്കണ്ടേ? നമുക്ക് കാശ് വേണ്ടേ? ഭൂതവും ഭാവിയും വർത്താനം മാത്രല്ല, ചില സ്പെഷ്യൽ ആയിട്ടുള്ള വർത്താനങ്ങളും നോൻ പറഞ്ഞു തരും. അങ്ങനെ എല്ലാരും കൂടി വന്നാലും എങ്ങനെയാണ് ഓരോരുത്തരായിട്ട് വരണ്ടേ? ആദ്യം കൊടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലേ, വിശക്കില്ല. ഒന്നുമില്ലടോ, പോട്ടെ, അടുത്ത് വെള്ളിയാഴ്ച വരും. ഈ പിച്ചക്കാരുടെ കാര്യം. എടോ ബിജുബ്ര, ഇത് ഞാനാ സിദ്ധു. സിദ്ധു, ഇതെന്ത് കോലായത്? താനെന്നെ കോലത്തിലാക്കിട്ട് നിന്ന് ചിരിക്കുന്ന. ഇനി അഭിനയിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കാശ് തന്നില്ലെങ്കിൽ തന്നെ ഞാൻ ഈ കോലത്തിലാക്കി. കേട്ടോ? ഇയാള് പിച്ചക്കാരൻ അഭിനയിക്കാൻ വന്നല്ലേ? എവിടെ അങ്ങോട്ടല്ലേ? ഷോട്ട് റെഡിയാ. നിങ്ങളൊന്ന് എഴുന്നേക്ക്, വേഗം വേഗം. ചേട്ടാ, അങ്ങോട്ടല്ലോ. ഇയാൾ വലിയ ശല്യായി. ഞാൻ അഭിനയിച്ച് തള്ളിയിട്ട് വന്നിട്ട് തരാ. എന്തോരം പിച്ചക്കാരാ ഇവിടെ. അഭിനയത്തില് കോമ്പറ്റീഷൻ. ഞാൻ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണേ. നിങ്ങളെ പോലെ ശരിക്കും പിച്ചക്കാരനല്ല കേട്ടോ. ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുന്നു. കണ്ടുപരിക്കുന്നുണ്ട്. നമുക്കൊരു റിഹേഴ്സൽ പോവാം. ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും ഇറങ്ങി വരുമ്പോ പിച്ചക്കാരിലേക്ക് പാൻ ചെയ്യാം. ഓക്കെ? ദൈവമേ, ഇവളെങ്ങാനും മുഖം കണ്ട നാറി താനാണ് കേട്ടോ. അരുണാചലം, കളാബംസ് എല്ലാം റെഡിയാ? ഓക്കേ മാഡം, എല്ലാം റെഡി. ഹരിത, വരനും വധു ഇറങ്ങി വരുമ്പോ ഏതെങ്കിലും ഒരു പിച്ചക്കാരൻ അമ്മാന്ന് വിളിക്കണം. ഓക്കെ. അയാള് മതി. അയാൾക്കൊരു ഒറിജിനൽ പിച്ചക്കാരന്റെ ലുക്ക്. പിച്ചക്കാരൻ നിന്റെ അച്ഛനാടി. നമ്മുടെ ഈ പിച്ചക്കാരൻ നീട്ടുന്ന പാത്രത്തിലേക്ക് വധു വളയിട്ട് കൊടുക്കും. അപ്പൊ അയാളുടെ മനസ്സിലെ സന്തോഷം പോലെ ബാക്ക് ഡ്രോപ്പില് കളർ ബോംബ്സ് പൊട്ടുന്നു. പൊട്ടും. ഈ വിഗില് പേനരിച്ചിട്ട് വയ്യ. വരനും വധു നടന്നു വരുമ്പോ താൻ അമ്മയെന്നൊന്ന് വിളിക്കാം. അപ്പൊ ഒരു പാത്രത്തിലേക്ക് ഒരു വളയിടും. വള തന്നെയല്ലേ ഇടുക? താൻ പറയുന്നത് ചെയ്താ മതി. എന്തെങ്കിലും കിട്ടും, വേഗം തീർക്ക്. അവളുടെ അമ്മമ്മയുടെ ഡയറക്ഷൻ. ഓക്കെ, റിഹേഴ്സൽ റെഡി മാഡം. ആക്ഷൻ. അമ്മാ, അമ്മാ, എന്തെങ്കിലും തരണേ അമ്മാ. എടോ, ആ പിച്ചക്കാരൻ എന്തിനാ മുഖം മറിക്കുന്നേ? എടാ, താൻ അമ്മേന്ന് വിളിക്കണം. നിന്നെ കണ്ടപ്പോ തന്നെ ഞാൻ അമ്മേന്ന് വിളിച്ചാടി. എടോ, കൈ മാറ്റ്, എന്നാലേ തന്നെ മുഖം കാണാൻ പറ്റൂ. ഞാൻ നിന്നെ മുഖം കാണിക്കാൻ നീ ആരുടെ രാജ്ഞിയ? കോപ്പിരി. ഓക്കെ, നമുക്ക് ടേക്ക് പോവാം. സ്റ്റാർട്ട് ക്യാമറ. എന്തുണ്ടാക്കാൻ? ആക്ഷൻ. എന്താ ഇത്? ഇയാൾ എന്തിനാണ് ഈ ആട് കരയുന്ന പോലെ കരയുന്നത്? എന്താ ഈ കാണിക്കുന്നത്? നിന്നെക്കാളും ഭേദാ. എടാ, താനെ കൈ
മാറ്റ്, തന്റെ മുഖം കാണട്ടെ. ഓ താൻ കൈ മാറ്റിട്ട് വേണം അമ്മയെന്ന് വിളിക്കാൻ. ശരി ശരി. ഇയാളെന്താ മൃഗശാലയിലായിരുന്നോ? തന്നോട് കൈ മാറ്റാനല്ലേ പറഞ്ഞത്? ഞാൻ കുഷ്ഠരോഗം പിടിച്ച പിച്ചക്കാരനാ, കൈ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. മാഡത്തിന് തന്റെ മുഖം കാണാനാ? അവളെ ഞാൻ എന്റെ മുഖം കാണിക്കില്ല, എനിക്ക് ആ ജന്തുവിനെ കാണണ്ട. മാഡം ഇയാള് മാഡത്തെ ചീത്ത വിളിക്കുന്നു. ആളെ പിടിച്ചോണ്ട് വാ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. കൈ മാറ്റൂ. ഇറങ്ങി വരാനാ പറഞ്ഞത്. ഇറങ്ങി വരാനാ പറഞ്ഞത്. പിടിച്ചടക്കാൻ. പാത്രത്തിൽ വളയിട്ടു കളർ ബോംബ് പൊട്ടി അല്ലേടോ? എന്താ പറ്റി? ആരാണ് ഇയാളെ കൊണ്ടുവന്നത്? അയ്യോ, ഇയാളെവിടെ? താൻ ഒരൊറ്റ ആള് കാരണം എന്റെ ഷൂട്ടിംഗ് ഇല്ലാണ്ടായത്. ബ്ലഡി റാസ്കൽ. നീ എന്നെ അടിച്ചല്ലേ? എന്നെ നിനക്ക് അറിഞ്ഞൂടാ? അവളുടെ അമ്മൂമ്മയുടെ നാടി മുടി മീശ നിന്നെ ശരിയാക്കി തരാടി. അതടി ഞാനടി. പിന്നെ പോലീസ് വിളിക്കുമ്പോ പെട്ടെന്ന് പോലീസ് ഓടി വരാൻ പോലീസുകാരടി നിന്റെ മാമനാ. അവളുടെ അമ്മൂമ്മയുടെ ഒരു ഷൂട്ടിങ്ങും അവളുടെ പിച്ച ചട്ടി. എടാ നീ അല്ലാതെ ബിജു ബ്രാഹ്മണന്റെ വാക്ക് കേട്ട അയാളുടെ കൂടെ പോവോ? പിന്നല്ലാതെ. കാശിന് അത്യാവശ്യം വരുമ്പോ അത് സംഘടിപ്പിച്ച് തരാന്ന് പറയുന്നവന് ഏത് ചെറ്റയാണെങ്കിലും നമുക്ക് ദൈവദൂതനായിട്ട് തോന്നും. ദൈവദൂതൻ? നിന്റെ ദൈവദൂതനല്ല കിടക്കുന്നത്. പറഞ്ഞത് ശരിയാണല്ലോ. ആരേലും തല്ലി വലിച്ചെറിഞ്ഞതായിരിക്കും. നേരത്തെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തന്നെ തല്ലി വെച്ച. അല്ലടാ ഇത് തീർത്തടിച്ചിട്ട് കിറങ്ങി കിടക്കുന്നത്. ഊമേനില്ലത്തെ 4 കെട്ടിലല്ല നാം കിടക്കണത്. 4 കൂടി ഒരു ജംഗ്ഷന്റെ റോഡ് സൈഡിലാ കിടക്കണത്. ഞാൻ തന്നെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയം അറിയോ? എത്രടാ സമയം? അയ്യോ വാച്ച് എടുക്കണല്ലോ. ഞങ്ങൾക്കറിയില്ല. ഇനി അറിഞ്ഞിട്ട് എന്തിനാ? ഒരു ജ്യോത്സ്യന് ഏറ്റവും പ്രധാനം സമയമാണ്. കേട്ടിട്ടില്ലേ? ജ്യോത്സ്യ സമയസ്യെന്ന്. സമയം കിട്ടി. രാത്രി 12 മണി. ദൈവമേ. എടാ സുഗുണ, ഇത് വെറും ബോംബല്ല, ആറ്റം ബോംബാ. എടുത്ത് നിർവീരാക്കണം. മണിത്തൂവൽ പവിഴമഴ. ആരാ പറഞ്ഞ കേരളത്തിൽ മഴയില്ലെന്ന്? കുരിച്ചൊരുണ്ടോ? എന്തൊരു കുളിരോ. മഴ തുറന്നു. ഇതാ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു കുഴപ്പം. ഗവൺമെന്റിന്റെ കുഴപ്പമല്ല, എന്റെ കൈ കടിച്ചിട്ടാ. നിങ്ങൾ എന്താ ഇവിടെ മഴ ഒന്നും കയറുന്നതാ? ഒറ്റ ചവിട്ടങ്ങോട്ട് കൊടുത്ത പറഞ്ഞ ഉടനെ ഞങ്ങളുടെ അനുസരിക്കുക. അത്രക്കൊന്നും വേണ്ട കേട്ടോ. ചവിട്ടി കൂട്ടി താൻ ഒരാളാണ് എന്നെ കൊണ്ടേ കുഴപ്പത്തിൽ ചാടിച്ചത്. എന്നിട്ട് എന്തുണ്ടായി? മാനം പോയി, കാശുമില്ല. കാശിന്റെ കാര്യം ഇനി പറയണ്ട. കുട്ടപ്പയ്യ സഞ്ചി അങ്ങോട്ട് തുറക്ക. നോമിനെ അങ്ങനെയാണോ വിചാരിച്ചിരിക്കണേ? ഇതിന്റെ അകത്തൊന്നുമില്ല. അതിന്റെ ഉള്ളിൽ ഇറ പരിശോധിക്കാം. ഉള്ളു നോക്കടാ. അതിലുണ്ടാവും. ഇതിന്റെ അകത്ത് ഒരു കെട്ട് വീഡിയോ ഉള്ളൂ. അത് തന്നെ പറഞ്ഞ. കള്ളു കുടിച്ച് ഛർദിച്ചു കഴിഞ്ഞാൽ ഒരു പീടി വലിക്കണം. അതില്ലത്തെ പാരമ്പര്യ. നല്ല ചിന്ത വരും. കഷ്ടം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞത്? കാശിന്റെ കാര്യം. സിദ്ധുവേട്ടന് നാളെ രാവിലെ ഞാൻ കാശ് തന്നിരിക്കും. ബ്രാഹ്മണന്മാര് വാക്ക് മാറില്ല. ഇങ്ങനെ സഞ്ചിയുടെ പള്ള മാത്രം ഈർത്താൻ മതിയോ? ഈ സുഗുണേട്ടന് ഒരു നാണമില്ല. വെറുതെ. എനിക്ക് 20 രൂപയ്ക്ക് വേണം. എന്റെ കൂട്ടുകാരിയാ. ആണോ? ഇപ്പൊ തരാവേ. ഞങ്ങൾക്കും വേണം. ഒക്കെ എന്റെ കൂട്ടുകാരികളാ. ആണാ? ഇപ്പൊ തരാവേ. എല്ലാവർക്കും ഇപ്പൊ തരാം. നമ്മുടെ കടയിൽ നല്ല കസ്റ്റമേഴ്സ് ഉണ്ടല്ലോടാ. സുഗുണൻ ശരിക്ക് കഷ്ടപ്പെടുന്നുണ്ട്.
കച്ചവടം പൊടി പൊടിക്കുന്നുണ്ടല്ലേ സുഗുണ? പൊടി പിടിക്കാതിരുന്നാ മതി. 20 രൂപ ടിക്കറ്റാ. 20 രൂപ ടിക്കറ്റിന് സിനിമ കാണാൻ ഞാൻ വരില്ല. അതല്ല പച്ചക്കറി. വേണം സിനിമ കാണാൻ. ആ എഴുന്നേറ്റാ. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കുന്നവൻ എന്നല്ലേ അർത്ഥം? അതെപ്പോഴാ? ആ ആർക്കറിയാം. ഹൈ, നമുക്ക് പോവണ്ടേ? എങ്ങോട്ട്? പൈസ വേണ്ടേ? ഓ, അപ്പൊ അത് ഇന്നലെ കാര്യമായിട്ട് പറഞ്ഞതാ? ബ്രാഹ്മണൻ വാക്ക് മാറില്ല. സിദ്ധുവേടിൽ നിന്ന് പൈസ കിട്ടും. പലിശ കൊടുക്കണ്ട, മുതലും കൊടുക്കണ്ട. പക്കാൻ തന്നെ. എടോ ഏഭ്യ, മുറ്റത്തെ ബിജുവിന് മണമില്ല മക്കളെ. ഇല്ലേ? ആര് പറഞ്ഞു മണമില്ലാന്ന്? നാറിയിട്ട് ഇന്നലെ റോട്ടിൽ നിന്ന് എടുക്കാനോടെ പറ്റില്ലായിരുന്നു ഇല്ലടാ. പിന്നല്ലാതെ. സിദ്ധുവേട്ടാ, ഒരു ചാൻസ് കൂടി തരിക. നമുക്ക് ജീവിതം അങ്ങോട്ട് മാറ്റിമറിക്കാം. നോം ഈ പറയുന്നത് ദൈവവചനായിട്ട് എടുക്കുക. ദൈവമേ, എടുക്കാണ് കാത്തോളണേ.